ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പൊക്കെ ഇപ്പോൾ അങ്ങോട്ട് തീരാറായി. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം. പുതിയതല്ല, പഴയതാണ്. സമൂസ ചുട്ടി തിളച്ച വെള്ളത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. വൈറ്റ് സോസാണ്. മൈദാമാവും ബട്ടറും ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് പാലും പിന്നെ ചില്ലി ഫ്ലെക്സും കുറച്ച് ഉപ്പും ഇതും കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ തിക്കാക്കി എടുക്കൽ. ജസ്റ്റ് ലൂസായിരിക്കണം. ഇതുപോലെ ആക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണയും ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്ത് ഇച്ചിരി കുരുമുളക് ഇടണം. പിന്നെ നമ്മൾ തക്കാളി പേസ്റ്റ് ഇടണം. അത് ഇച്ചിരി കുറഞ്ഞു പോയി, എനിക്ക് ഇത്രയും മതിയായിരുന്നു. എന്നിട്ട് നമ്മൾ ചില്ലി എരിയില്ലാത്ത മുളക് കൊണ്ടുള്ള കാശ്മീരി ചില്ലി അത് ഇടാവും. പിന്നെ കുറച്ച് തക്കാളി സോസ്. പിന്നെ നമ്മൾ ചിക്കൻ ഇതുപോലെ എങ്ങനെ രീതിയിലാക്കാം, ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ ബാക്കി വെച്ചാണ് ഇത് ചെയ്യുന്നത്. കട്ട്ലേറ്റിൻ്റെ ഇതുപോലെ ഇളക്കി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ സോസ് ഇതുപോലെ വെച്ചിട്ട് എൻ്റെ സമൂസ ഷീറ്റ് പാളിപ്പോയിട്ട് ഞാൻ ബ്രെഡ് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അത് എന്തോ ശരിയായില്ല. എന്നിട്ട് ഇതോരോരോ ലെയറുകൾ ഇങ്ങനെ സോസ് തേച്ച് അതിനകത്ത് ചിക്കൻ വെച്ച്, ഇതിൻ്റെ പേരെന്തുവാന്ന് വെച്ചാൽ ലസാനിയ എന്ന് പറയും. ഇതുപോലെ ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് പിന്നെയും ചിക്കൻ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ സോസ് ഇട്ട് മുകളിൽ ചിക്കൻ വെച്ചിട്ട് സോസ് വെച്ച് പിന്നെ നമ്മൾ മസാല ചീസ് ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ മസാല ചീസ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ സ്ലൈസ് ചീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പം നമ്മളിതുപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ സമൂസ ഷീറ്റ് പാളിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ശരിയാവത്തില്ല. പക്ഷേ എന്തായാലും ഞാൻ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് എന്തോ രക്ഷപ്പെട്ടു. അങ്ങനെ ചീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മറ്റേ മസാല ചീസാണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞ് വരും. പക്ഷേ ഇതായതുകൊണ്ടാണ് എന്തോ അറിയുമ്പോൾ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ക്രീമിയാണ്. മിശ്രമാണ് ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. സൂപ്പർ, അടിപൊളി. അടിപൊളി.